നമ്മളുടെ ബിസിനസ്സിൽ നമ്മൾ കൃത്യമായിട്ടും കീപ്പ് ചെയ്യേണ്ട രണ്ട് പ്രധാനപ്പെട്ട റിസർവുകളുണ്ട്. നമ്മുടെ ബിസിനസ്സിൽ ലഭിക്കുന്ന പ്രോഫിറ്റ് ഒരു പോർഷൻ നമ്മൾ എടുക്കുന്നുണ്ടായിരിക്കാം, ഒരു വലിയ പോർഷൻ ഒരുപക്ഷെ നമ്മളെ ബിസിനസ്സിൽ തന്നെ നമ്മൾ റീഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ടായിരിക്കും. ദെൻ പ്രോഫിറ്റിൻ്റെ ഒരു പോർഷൻ നമ്മൾ റിസർവിലേക്ക് മാറ്റി വെക്കുന്നുണ്ടായിരിക്കും. രണ്ട് പ്രധാന റിസർവുകൾ നിങ്ങളെ ബിസിനസ്സിൽ നിങ്ങൾ കീപ്പ് ചെയ്യണം. ഒന്ന് എമർജൻസി ഫണ്ടായിട്ടും രണ്ട് ക്രൈസിസ് ഫണ്ടായിട്ടും. എമർജൻസി ഫണ്ട് എന്ന് പറയുന്ന റിസർവ് നമ്മൾ മാറ്റി വെക്കുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ വിചാരിക്കുന്ന പല ഫണ്ടുകൾ നമ്മുടെ ബിസിനസ്സിൽ വന്നില്ല എങ്കിൽ പലപ്പോഴും നമ്മൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. നമുക്ക് സാലറി കൊടുക്കാൻ ഫണ്ട് വരില്ല, നമുക്ക് റെൻറ്റ് കൊടുക്കാനും അഡ്വർടൈസ്മെൻറ്റിനും മറ്റുള്ള പല എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ നമുക്ക് ഫണ്ട് വരാത്ത ഏതെങ്കിലും സിറ്റുവേഷൻ നമ്മളെ ബിസിനസ്സിൽ വരികയാണെങ്കിൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത ഈ എമർജൻസി ഫണ്ട് ഇത്തരം സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. വേറൊരു ഫണ്ട് കീപ്പ് ചെയ്യാം, ക്രൈസിസ് ഫണ്ടാണ്. നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. ചിലപ്പോൾ പ്രളയം വരാം, അല്ലെങ്കിൽ കോവിഡ് പോലത്തെ ഇൻസിഡൻസ് വരാം. പെട്ടെന്നായിരിക്കും അത് നമ്മളെ ബിസിനസ്സിനെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അങ്ങനെയുള്ള ക്രൈസിസിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്രൈസിസ് ഫണ്ടും നമ്മൾ റെഗുലറായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യണം. പ്രോഫിറ്റിൽ നിന്നൊരു പോർഷൻ മാറ്റി വെച്ചിട്ടോ അല്ലാതെയോ നമ്മൾക്ക് ഇങ്ങനെ എമർജൻസി സിറ്റുവേഷൻ വരുന്ന സാഹചര്യത്തിലും ക്രൈസിസ് വരുന്ന സിറ്റുവേഷനിലൊക്കെ വളരെ ഈസി ആയിട്ട് ഇങ്ങനെയുള്ള റിസർവുകൾ നിങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്.